ഇന്നത്തെ നമ്മുടെ റെസിപ്പി എങ്ങനെ നല്ല എളുപ്പത്തിൽ ചിക്കൻ മന്തി വീട്ടിൽ തയ്യാറാക്കുക എന്നുള്ളതാണ്. വളരെ നല്ല ടേസ്റ്റോട് കൂടിയിട്ട് കുറഞ്ഞ ചിലവിൽ എങ്ങനെ ഉണ്ടാക്കുക എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് മന്തി റെഡിയാക്കാൻ വേണ്ടിയിട്ട് 1 കിലോ ചിക്കൻ ആണ് വേണ്ടത്. അത്യാവശ്യം വലിയ പീസാണ് ഇതിന് വേണ്ടത്. എന്നിട്ട് ഇതൊന്ന് ചെറുതായിട്ട് വരഞ്ഞു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1.25 ടീസ്പൂൺ ചെറിയ ജീരകം ചതച്ചത് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1.25 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചിക്കൻ സ്റ്റോക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ വാങ്ങിക്കുന്ന മാഗി ക്യൂബില്ലേ, അത് 2 എണ്ണം ഒന്ന് പൊടിച്ച് ഇട്ട് കൊടുക്കാം. ഇനി ഒരു ചെറിയ പിടുത്തം പുതിന ചപ്പ് ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ മല്ലിച്ചപ്പ് ഒരു പിടുത്തം ഇട്ട് കൊടുക്കാവുന്നതാണ്. പിന്നെ ഒരു മീഡിയം വലുപ്പത്തിലുള്ള ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി ഒരു സ്പൂണ് ഫുഡ് കളറ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി ഒരു നുള്ള് ഉപ്പ് ഇട്ട് കൊടുക്കാം. കാരണം മാഗി ക്യൂബിൽ അത്യാവശ്യം ഉപ്പ് ഉള്ളതാണ്. അപ്പോൾ കുറച്ച് വേണമെങ്കിൽ നോക്കിയിട്ട് പിന്നീട് ഉപ്പില്ലെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഇനി ഒരു മീഡിയം ചെറിയ സൈസ് ഒരു സവാള ചെറുതായി അരിഞ്ഞ് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു സ്പൂണ് മന്തി മസാല ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് അടച്ച് വെച്ച് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഇനി നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ 1 മണിക്കൂറോ അല്ലെങ്കിൽ 2 മണിക്കൂറോ വെക്കാവുന്നതാണ്. ഫ്രിഡ്ജിൽ വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഞാൻ ഇപ്പോൾ ഇവിടെ ഒരു 1.5 മണിക്കൂർ ഫ്രിഡ്ജിൽ വയ്ക്കുന്നുണ്ട്. അപ്പോൾ ചിക്കൻ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന ആ സമയത്ത് തന്നെ നമുക്ക് അരി കുതിർക്കാൻ വെക്കാം. അപ്പോൾ 1 കിലോ മന്തി റൈസാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. ഇതൊരു 3/4 മണിക്കൂറോ 1 മണിക്കൂറോ കുതിർക്കാൻ വെക്കാവുന്നതാണ്. അപ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇതാ 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ചിക്കൻ ഇവിടെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് ആദ്യത്തെ ഒരു 2-3 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കാം. കാരണം അതിലുള്ള ഓയിലൊന്ന് തണുത്തെടുക്കില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് വേഗത്തിൽ ചൂടാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ഒരു 2-3 മിനിറ്റ് വേവിക്കാൻ വെക്കാം ഹൈ ഫ്ലെയിമിൽ. ഇത് 10 മിനിറ്റാണ് ഇത് ചിക്കൻ വേവിക്കാൻ വെക്കേണ്ടത്. അപ്പോൾ അടച്ച് വെച്ചിപ്പോൾ ഇതാക്കുന്ന ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ചിക്കനൊക്കെ ഒന്ന് മറച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ആ ടൈമിൽ എന്താക്കുക, അതിലേക്ക് കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് വേവിക്കാം. ആ സമയത്ത് ഇതാ വെള്ളം ചൂടാകാൻ വെച്ചിട്ടുണ്ടായിരിക്കില്ലേ, അപ്പോൾ അതിലേക്ക് വെള്ളം ചൂടാകുന്ന സമയത്ത് പട്ട, ഗ്രാമ്പു, ഏലക്ക കുറച്ചിട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് പാകത്തിന് ഉപ്പ്, കല്ലുപ്പാണ് ഞാൻ ഇപ്പോൾ ഇവിടെ ഇടുന്നത്. പിന്നെ ഒരു ഉണങ്ങിയ ചെറുനാരങ്ങ ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 2 ടീസ്പൂൺ എന്താക്കാം ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ ഇതവിടെ 1 മണിക്കൂർ കുതിർത്ത് വെച്ചാൽ ഇതവിടെ ഊറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും ഈ തിളച്ച വെള്ളത്തിലേക്ക് എന്താക്കുക അരി ഇട്ട് കൊടുക്കാവുന്നതാണ്. ഈ സമയത്ത് ഇതാക്കുന്ന ഇവിടെ ചിക്കൻ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ്. ചോറിപ്പോൾ അവിടെ നല്ല വെന്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് നെയ്ച്ചോറിന് വേവിക്കുന്ന അത്ര വേവൊന്നും വേണ്ട. ഒരു 90% മന്തിക്ക് വെന്താൽ മതിയാവും. എന്നിട്ടിത് നമുക്ക് ചോറ് ഒരു പാത്രത്തിലേക്ക് ഊറ്റിയെടുക്കാം. ഇനി ഈ ചോറ് ചൂടാറുന്നതിന് മുന്നേ നമുക്ക് ചിക്കൻ വേവിച്ചതില്ലേ, അതിലേക്ക് എന്താക്കുക വേഗം ചോറിട്ട് കൊടുക്കാം. എന്നിട്ടൊരു യെല്ലോ കളർ വരാൻ വേണ്ടി, ചോറിനൊക്കെ ഒരു മഞ്ഞ കളർ വരാൻ എന്താക്കുക കുറച്ച് വെള്ളത്തിൽ മഞ്ഞൾ നല്ല കലക്കി അത് ഒഴിച്ചു കൊടുക്കാം. പിന്നെ അതേപോലെ റെഡ് കളർ വരാൻ വേണ്ടി റെഡ് ഫുഡ് കളറും ചെറുതായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊരു 3-4 പച്ചമുളക് എന്താക്കാം നമുക്ക് ഈ ചോറിലൊന്ന് വേവാൻ വേണ്ടി കുത്തിയേക്കുക. ഇനി നമ്മുടെ മന്തിയുടെ ചോറ് പറയുന്നത് ആ സ്മോക്ക് ചെയ്തിട്ടുള്ള റൈസാണല്ലോ അതിൻ്റെ സ്പെഷ്യൽ. അപ്പോൾ അതിന് വേണ്ടി ഒരു പാത്രത്തിൽ കുറച്ച് കണലെടുത്ത് അതിലേക്ക് എന്താക്കുക കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് മൂടി വെക്കാം. ഒരു 10 മിനിറ്റൊക്കെ എന്താക്കാൻ മതി, മൂടി വെച്ചാൽ മതിയാവും. അപ്പോൾ ഇതാ 10 മിനിറ്റിന് ശേഷം നമ്മൾ ചോറ് ഇവിടെ തുറന്നു നോക്കിയിട്ടുണ്ട്. നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് നല്ലൊന്ന് മിക്സ് ചെയ്യണ്ടേ. അപ്പോൾ അതിന് മേലുള്ള കുറച്ച് റൈസ് എന്താക്കുക ഒരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ടൊരു പാത്രത്തിൽ ആദ്യത്തെ ചിക്കൻ ഉടയാണ്ടിരിക്കാൻ വേണ്ടി ചിക്കൻ മാറ്റി വെക്കാം. അപ്പോൾ ഒരു പാത്രത്തിലേക്ക് ചിക്കൻ മാറ്റാം. എന്നിട്ട് ആ റൈസ് അതിലിട്ടിട്ട് ആ മസാലയിലിട്ടിട്ട് നല്ലൊന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാ നമ്മുടെ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ കടയിൽ നിന്ന് കിട്ടുന്ന അതേ മന്തിയുടെ ടേസ്റ്റാണ് കേട്ടോ അതിന്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാ അവിടെ അവസാനിക്കുന്നു. അപ്പോൾ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.